ലാൽമീഡിയയിലാണുള്ളത്. ഏകദേശം വർക്ക് തുടങ്ങി രാവിലെ തന്നെ. വൈകുന്നേരത്തേക്കിന് നമുക്കൊരു ഔട്ട് എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. റെൻഡറിങ്ങിന് ഇടണം, അതാണ് അതിന്റെ മെയിൻ കാലതാമസം. അപ്പം വൈകിട്ടത്തിന് ഒരു ഔട്ട് എടുത്ത് നാളെ രാവിലെ തന്നെ റീസെൻസറിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പം വർക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലെയല്ല, ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിനിമ കൂടാതെ നമ്മൾ എവിടെയാണോ ചേഞ്ചസ് വരുത്തുന്നത്, ബിഫോർ ജാനകി എങ്ങനെയായിരുന്നു അതങ്ങനെയും പ്ലസ് ആഫ്റ്റർ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് എന്താണോ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ടൈം കോഡ് സേതം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വർക്ക് കൂടെ നടക്കുന്നുണ്ട്. പ്ലസ് പറഞ്ഞ പോലെ ജാനകി വി എന്നുള്ള ടൈറ്റിൽ മാറ്റേണ്ട ഒരു പരിപാടിയുണ്ട്, അത് VFX നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടെ വരുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മളിവിടെ സൗണ്ടിന്റെ വർക്കാണ് ചെയ്യുന്നത്. വൈകിട്ടത്തെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. വൈകിട്ട് റെൻഡർ ചെയ്ത് ഔട്ട് എടുത്ത് നമുക്ക് നാളെ രാവിലെ റീസെൻസറിന് കൊടുക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇന്ന് വൈകിട്ടത്തെ നമ്മൾ ഏകദേശം പറഞ്ഞ പുതിയ റീസെൻസറിനുള്ള പുതിയ കണ്ടന്റ് വൈകിട്ടത്തെ നമ്മൾ ഫുൾ ഔട്ട് എടുത്തിട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ റീസെൻസറിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈകിട്ടോടുകൂടി ഏകദേശം കാര്യങ്ങളെല്ലാം പൂർത്തിയാവും. കാരണം എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ലാൽമീഡിയയിൽ. അപ്പം അതിന്റെ ഒരു സ്പീഡപ്പ് നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യും. ഇന്ന് രാത്രി നമ്മളൊരു ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമുക്ക് റെൻഡർ ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് ഔട്ട് കിട്ടിയാൽ 8 മണിയാകുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10-10:30 ആകുമ്പോൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് നാളെ രാവിലെ തന്നെ അവരെ കാണിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഞാനത് ഔട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഔട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് എന്ത് ചേഞ്ചസ് വന്നു എന്ന് ഒറ്റയടിക്ക് സിനിമ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളും ഈ പറയുന്ന പോലെ പുറമേ നിന്ന് കാണുന്ന ഇത്ര ഏരിയയിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എങ്ങനെ അപകടകരമല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സീനിയർ ടെക്നീഷ്യനാണ് മിക്സ് ചെയ്യുന്നത്. അദ്ദേഹമാണ് സൗണ്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ വഴങ്ങിയതാണെന്നാണ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അപ്പം അതിനെന്താണ് പറയുന്നത്? ഇല്ലേ, ഉണ്ണികൃഷ്ണൻ സാർ ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാ സമയം എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണത്തെക്കാൾ ഉപരി ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് എന്നോടൊപ്പം ഏത് സമയം നിലകൊണ്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ സാറ്. ഈ ഒരു വിഷയം ഇത്രയും സമൂഹത്തിലേക്ക് ഉയർത്തിയെടുത്തുകൊണ്ട് വരാൻ ഇങ്ങനെ മീഡിയ സപ്പോർട്ട് പോലും കിട്ടാനും എല്ലാം കാരണമായത് ആ സംഘടനയും ഉണ്ണികൃഷ്ണൻ സാർ അടങ്ങുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എന്നോട് അങ്ങനെ ഉണ്ണികൃഷ്ണൻ സംസാരിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും അത് വേണമല്ലോ. കാരണം ഇതെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ സിനിമ ആദ്യം ഇറക്കിയ സിനിമയല്ലല്ലോ, ഇപ്പൊ പുറത്തു വരാൻ പോകുന്ന ചേഞ്ചസ് വന്ന സിനിമയല്ല. അപ്പൊ അത് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ല ഉള്ളത്. അത് സിനിമയായിട്ട് പുറത്തു വരുമ്പോൾ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. സിനിമ കൂടെ കാണട്ടെ, ആൾക്കാരെ കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തട്ടെ, അല്ലേ?